ഇസ്ലാമിലേക്ക് ഒരാൾക്ക് കടന്നു വരാനുള്ള മാനദണ്ഡമാണ് ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞ് നാവുകൊണ്ട് പ്രഖ്യാപിക്കുക എന്നത്. ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് പ്രകാരം ലോക മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് വിശ്വസിച്ചു പോരുന്നത്. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു പുതിയ ഷഹാദത്ത് കലിമയുമായിട്ടാണ് അനസ് മൗലവി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മർക്കസിലെ തിരുകേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മർക്കസിലുള്ള ഈ തിരുകേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് നിലവിൽ ഇവിടെയുള്ള സുന്നികൾ പറയുകയും വിശ്വസിക്കുകയും ചെയ്തു പോരുന്നുണ്ട്. എന്നാൽ അതൊന്ന് തലതിരിച്ചു പിടിച്ച് ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുമെന്നാണ് അനസിന്റെ ഭീഷണി. സ്വാഭാവികമായും അങ്ങനെ പറയാൻ തന്റെ ഇടമുണ്ടോ എന്നൊക്കെ വലിയ വായിൽ വലിയവരെ തന്നെ അനസ് മൗലവി വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ ആ വെല്ലുവിളി നമ്മൾ നിസ്സങ്കോചം അങ്ങ് സ്വീകരിച്ചു കളഞ്ഞു. ഈ വിഷയത്തിൽ ഷഹാദത്ത് കലിമ താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു തരാം, പക്ഷെ നിങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞതിന് ഒരു ക്ലാരിറ്റി വേണം. വഹാബി തൗഹീദ് പ്രകാരം നിലവിലിവിടെയുള്ള സുന്നികൾ ഇപ്പോ എവിടെയാണ് നിലവിലുള്ളത്? അവർ ഇസ്ലാമിന്റെ അകത്തോ പുറത്തോ? തെരുവുകൾ മുഴുവനും ഇവിടെയുള്ള സുന്നികൾ ഷിർക്കിലാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നാക്കിട്ടടിക്കുന്ന അനസ് മൗലവി ഒരു ദിവസം വന്നുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ മറ്റൊരു വിഷയത്തിൽ ഇസ്ലാം ഒന്ന് പുറത്താക്കി കളയുമെന്ന് പറഞ്ഞാൽ പുറത്തില്ലാത്ത ഒരാളെ എങ്ങനെയാ നിങ്ങൾ പുറത്താക്കുക? വഹാബി തൗഹീദ് പ്രകാരം നിലവിൽ തന്നെ ഇവിടെയുള്ള സുന്നികൾ പുറത്തല്ലല്ലോ മൗലവി. അതുകൊണ്ട് മർക്കസിലെ തിരികേശവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുന്ന ഷഹാദത്ത് ഞങ്ങൾ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇസ്ലാമിലായിരുന്നു, തൗഹീദിലായിരുന്നു, ഞങ്ങൾ ഷിർക്കോ കുഫറോ ഉള്ളവരായിരുന്നില്ല എന്ന ഒരു പ്രഖ്യാപനത്തിന് TP അബ്ദുള്ളക്കോയ മദനിക്കും താങ്കൾക്കും നട്ടെല്ലുണ്ടോ എന്നായിരുന്നു തിരിച്ചു നമ്മളൊരു വെല്ലുവിളി നടത്തിയത്. ആ വെല്ലുവിളിക്ക് ഒരു ക്ലാരിറ്റി തന്നാൽ തീർച്ചയായും താങ്കൾ പറഞ്ഞതിന് ഞങ്ങൾ കൃത്യമായി വെല്ലുവിളി ഏറ്റെടുത്ത് ഞങ്ങൾ അത് പ്രഖ്യാപിക്കുമെന്ന് മറുപടി പറഞ്ഞപ്പോ സത്യത്തിൽ സുന്നികൾക്കു നേരെ അനസ് നടത്തിയ വെല്ലുവിളി സ്വന്തം തൊണ്ടയിൽ കുടുങ്ങിയതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അത് വെച്ച് അനസൊന്ന് മെഴുകുന്നത് നമുക്ക് കണ്ടു നോക്കാം. ധൈര്യമുണ്ടോ അബൂബക്കർ മുസ്ലിയാർക്ക്? ധൈര്യമുണ്ടോ അബൂബക്കർ മുസ്ലിയാരുടെ മകനെന്ന് വെല്ലുവിളിച്ചിട്ട് ഏറ്റെടുക്കാൻ ആളില്ലാതെ ഓടി ഒളിക്കുകയാണ് കൂഷ്മാണ്ഡങ്ങൾ എന്ന് ആരെ പറഞ്ഞു മൗലവി? ഇനി ശേഷം താങ്കൾ ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. മൗലവിന്റെ ഓരോരോ ആഗ്രഹങ്ങൾ. മൗലവിമാരെ, നിങ്ങളൊക്കെ ഒന്നിച്ചു നിന്ന കാലത്ത് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഈ വിഷയത്തിൽ എന്നല്ല ഒരു വിഷയത്തിലും ഓടി ഒളിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല, ഇനി ഏറ്റവും ഉണ്ടാവുകയുമില്ല. താങ്കളുടെ ഓരോ ആഗ്രഹമാണല്ലോ ഞങ്ങൾ ആലോചിച്ചു നോക്കുന്നത്. ധൈര്യമില്ല എന്ന് മൂപ്പരെന്നെ വിധി പറയാൻ, മൂപ്പരെന്നെ വിചാരണ നടത്തുക, മൂപ്പരെന്നെ വിധി പറയാം. ആര് പറഞ്ഞു ധൈര്യമില്ലാന്ന്? സ്വന്തം ധൈര്യക്കുറവ് മറച്ചു പിടിക്കാൻ മൗലവി നടത്തുന്ന അതര വ്യായാമങ്ങളായി ഇതൊക്കെ. നിങ്ങൾ പറയുന്നത് ഹക്കാണെങ്കിൽ ഇത്രയും ആൾബലവും അതുപോലെ തന്നെ ഇത്രയും സെറ്റിംഗ്സും ഇത്രയും പണവും ഇത്രയും അധികാരത്തിലും സ്വാധീനവും ഒക്കെ ഉണ്ടായിട്ട് ആയിരക്കണക്കിന് മുസ്ലിയാക്കന്മാരെ ശിഷ്യന്മാരായി പറഞ്ഞു വിട്ട അബൂബക്കർ മുസ്ലിയാരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ ഈ മുടിയുടെ ഉടമയാണ് ഞങ്ങൾ റസൂൽ എന്ന്? അത് തന്നെയല്ലേ മൗലവി നിലവിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മർക്കസിലുള്ളത് തിരുകേശമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ മാനിന്യലയിലുള്ളത് ഒന്ന് തലതിരിച്ചു പറഞ്ഞു എന്നല്ലാതെ എന്താ പൈല അർത്ഥ വ്യത്യാസമുള്ളത് മൗലവി? അന്ന് ഞങ്ങൾ വിധി എഴുതും, നിങ്ങൾ മുർത്തദ്ദുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ്. അല്ല മൗലവി, നിലവിൽ തന്നെ നിങ്ങളൊക്കെ തെരുവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള സുന്നികൾ മമ്പുറം മക്കാമിൽ പോയി പൂജ ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള പള്ളികളിലെ ഉസ്താദുമാർ പൂജാരിക്ക് സമന്മാരാണ് എന്നല്ലേ? അത് ചില മൗലവിമാർ പ്രത്യക്ഷമായി പറയുന്നു, താങ്കളെപ്പോലുള്ളവൾ പരോക്ഷമായി പറയുന്നു എന്നതല്ലാതെ എന്താ വ്യത്യാസമുള്ളത്? താങ്കൾ ഈ പുറത്താക്കുമെന്ന് പറഞ്ഞതിനാണ് ഒരു ക്ലാരിറ്റി വേണ്ടത്. വഹാബി തൗഹീദ് പ്രകാരം ഞങ്ങൾ ഇപ്പൊ അകത്താണോ പുറത്താണോ? ഇതായിരുന്നു താങ്കളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ ചോദിച്ച ചോദ്യം. ആയിരക്കണക്കിന് ശിഷ്യന്മാരിൽ വിനീതനായ ഈ ഒരു സാധു താങ്കളുടെ വെല്ലുവിളി തന്റെ ഇടത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് തന്നെ തങ്ങൾക്ക് ഏറ്റിയാൽ പൊന്താൻ മാത്രം ഉണ്ടെന്നാണ് ഇന്നലെ താങ്കളുടെ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായത്. റസൂലുള്ളാഹിന്റെ റിസാലത്തിൽ കരിഞ്ചന്ത നടത്തിയ വഞ്ചകന്മാരാണ് എന്ന് ഞങ്ങൾ തുറന്ന് പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസവും എറണാകുളത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിച്ചു. നിങ്ങളുടെ പ്രഖ്യാപനം ഹംകിന്റെ വാക്ക് ചെവിക്കു പുറത്തി എന്നല്ലാതെ എന്ത് വിലയാ മുസ്ലിം സമുദായത്തിൽ അതിനുള്ളത്? പോകട്ടെ മൗലവി, താങ്കളുടെയൊക്കെ ഈ പ്രഖ്യാപനങ്ങൾ ഇന്ന് മുജാഹിദുകൾ തന്നെ പൂർണ്ണമായി സ്വീകരിക്കാൻ താങ്കളുടെ കൂടെയുണ്ടോ? മുജാഹിദികളിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ നിങ്ങളെ കുഫ്റിന്റെയോ ഷിർക്കിന്റെയോ ആളായി പരിചയപ്പെടുത്തുന്ന കാലത്തല്ലേ നിങ്ങളുള്ളത്? സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത താങ്കൾ ഇങ്ങനെ സെവൻസ് ഫുട്ബോളിൽ ഗോളടിക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു ലിങ്ക് ഒരാൾ ഇട്ടിട്ട് പറഞ്ഞു, ഒരു സഖാഫി അത് ഏറ്റെടുത്തിട്ടുണ്ട്. യെസ്, ഒരു സഖാഫി അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല 1000 വട്ടം അത് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെയുള്ള ആ പ്രഖ്യാപനം ഞാൻ പ്രഖ്യാപിക്കാം, ഞാനത് പറയാം, പക്ഷെ നിങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞതിന് ഒരു ക്ലാരിറ്റി വേണം. വഹാബി തൗഹീദ് പ്രകാരം താങ്കൾ പറഞ്ഞ ഷഹാദത്ത് ഞങ്ങൾ പറയുന്നതിന്റെ മുമ്പ് കാന്തപുരം ഉസ്താദും അണികളും തൗഹീദിലുണ്ടോ? ശിർക്കില്ലാത്ത വിശ്വാസത്തിലുണ്ടോ? ഇല്ലേ? അല്ല, നിലവിൽ തന്നെ നിങ്ങളുടെ തൗഹീദ് പ്രകാരം ഞങ്ങൾ ഷിർക്കിലാണെങ്കിൽ പിന്നെ എവിടുന്ന മൗലവി ഞങ്ങളെ നിങ്ങൾ പുറത്താക്കുന്നത് എന്നതിനൊരു ക്ലാരിറ്റി തരണം. അതുകൊണ്ട് ഞങ്ങൾ നിലവിൽ ഇപ്പോൾ തൗഹീദിലാണ്, തിരുകേശം വന്നതിന്റെ ശേഷമാണ് ഷിർക്ക്
ഷിർക്കിലായത് അല്ലെങ്കിൽ കുഫറിലായത് എന്ന് പ്രഖ്യാപിക്കാൻ നട്ടെല്ല് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് അതുപോലെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഇവിടെ ഒരുക്കാണ്. എല്ലാരും വേണ്ടല്ലോ, ഒരു ശിഷ്യം പോരെ താങ്കൾക്ക്? ഞാൻ വിചാരിച്ചു അൽഹംദുലില്ലാ കുറച്ചു കാലമായി ഈ രംഗവും ഈ കഥകളും ഒക്കെ ഇങ്ങനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. അന്നിങ്ങനെ നിൽക്കണം. അപ്പൊ ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ടെന്നത് ഒരു പക്ഷേ സത്യമായിരിക്കാം. പക്ഷെ താങ്കളെ തെരുവിലേക്ക് ഒരു പ്രസംഗത്തിന് വിളിക്കാൻ 10 അണികൾ താങ്കളുടെ സംഘടനയിൽ വേണ്ടേ അനസ് മൗലവി? ഉള്ളതൊക്കെ ആ മടവൂരികളും ആ ജിന്നൂരികളും ഓരി വെച്ചെടുത്ത് ഇപ്പൊ തൊഴിലില്ലാതെ ഇരിക്കുന്ന ഈ ഏർപ്പാടിന്റെ മുമ്പിൽ ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയപ്പോ മുജാഹിദുകൾക്കിടയിലേക്ക് അങ്ങ് ഇറങ്ങി വരാമെന്ന് കരുതിയല്ലേ ഈ കലാപരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്? ബഹുമാനായ എന്റെ സുഹൃത്ത് അതേ വഹാബ് സഖാഫി മമ്പാട് അതെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ലിങ്ക് എനിക്കൊരാൾ ഇട്ട് തന്നു. ഞാൻ ആ ലിങ്ക് തുറന്നു നോക്കി. അതെ, ആ ലിങ്ക് തുറന്നു നോക്കിയിട്ടുള്ളൂ. താങ്കൾ അത് മുഴുവൻ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചതുപോലെ താങ്കൾ ശ്രോതാക്കളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടില്ല. ആ ലിങ്കിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ പ്രഖ്യാപിക്കാൻ റെഡിയാണ്. പക്ഷെ പുറത്താക്കുമെന്ന് താങ്കൾ പറഞ്ഞതിനൊരു ക്ലാരിറ്റി വേണം. നിലവിൽ വഹാബി തൗഹീദ് പ്രകാരം ഞങ്ങൾ അകത്തോ പുറത്തോ? നിലവിൽ തന്നെ ഞങ്ങൾ ഷിർക്കിലാണെങ്കിൽ പിന്നെ എവിടുന്നാ മൗലവി നിങ്ങൾ ഞങ്ങളെ പുറത്താക്കുന്നത് എന്നായിരുന്നു എന്റെ ചോദ്യം. അതിനനുസരിച്ചൊരു വെല്ലുവിളിയായിരുന്നു ഞാൻ നടത്തിയത്. എന്നാൽ അവിടെ കടന്ന് മെഴുകുന്ന അനസ് മൗലവിയെയാണ് ഇനി നമ്മൾ കാണുന്നത്. അപ്പോ അച്ചിരി, ഒരു വണ്ടിയിൽ നിന്ന് വീണ ചിരിയുണ്ടല്ലോ അനസ് മൗലവി, അണികളെ പൊട്ടീസാക്കാനും കോട്ടിമാട്ടാനുള്ള ഒരു വെറുംചിരിയായി പോയി. അത് എന്താ രസം എന്നറിയോ? ആ ബഹുരസം അതിൽ രേഖപ്പെടുത്തിയത് എന്താന്ന് ചോദിച്ചാൽ അതെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷേ യെസ്, അത് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഞങ്ങൾ അകത്തോ പുറത്തോ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഈ ഷഹാദത്ത് ഞങ്ങൾ പറയുന്നതിന്റെ മുമ്പ് ഞങ്ങൾ തൗഹീദിലായിരുന്നെങ്കിലല്ലേ നിങ്ങൾക്ക് ഞങ്ങളെ പുറത്താക്കാൻ കഴിയുള്ളൂ. വഹാബി തൗഹീദ് പ്രകാരം ഞങ്ങൾ അകത്തോ പുറത്തോ എന്നാണ് താങ്കൾ പറയേണ്ടത്. അതിനു മുമ്പ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ സമ്മതിക്കണം. എങ്കിലല്ലേ പിന്നെ പുറത്തു പോകാനെ കുറിച്ച് ആലോചിക്കേണ്ടുള്ളൂ. യെസ്, കാര്യം മൗലവിക്ക് മനസ്സിലായിക്കണ്. മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകൾക്ക് ഇത് മനസ്സിലായോ എന്നറിയില്ല. ഞങ്ങൾ വഹാബി തൗഹീദ് പ്രകാരം അകത്തോ പുറത്തോ എന്നതായിരുന്നു എന്റെ ചോദ്യം. അങ്ങനെ തന്നെയുണ്ട്. ഞങ്ങൾ തൗഹീദിലാണ് എന്ന് 100% ഉറപ്പാണ്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം, പുറത്താക്കാൻ വരുന്ന ആൾക്കാർ നിങ്ങളല്ലേ, അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ അകത്താകണ്ടേ? അതിനായിരുന്നു ആ വെല്ലുവിളി നടത്തിയത്. അപ്പൊ ഓർക്ക് തന്നെ ഉറപ്പില്ല. എന്തോ എന്ന മറുപടിയാ മൗലവി ഇത്? ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നാണോ ആ പോസ്റ്റിലുള്ളത്? വഹാബി തൗഹീദ് പ്രകാരം ഷിർക്കായി മുദ്രകുത്തുന്ന തവസ്സുൽ ഇസ്തിഗാസ അടക്കം ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾ അകത്തോ പുറത്തോ എന്നല്ലേ ഞാൻ ചോദിച്ചത്. ഇതിന്റെ ഉള്ളിലുണ്ടോ മനസ്സിലാക്കണം. അതിന്റെ കമന്റ്, ഒരു രസകരമായ ഒരു കമന്റ് വേറൊരു മുസ്ലിയാർ അതിനകത്ത് ഇട്ടുണ്ട്. അത് വായിക്കേണ്ട കമന്റ് ആണ്. ഞാൻ കമന്റിലേക്ക് പിന്നെ പോകാം. സംഗതി ഞാൻ ചോദിച്ച ചോദ്യത്തിനും നടത്തിയ വെല്ലുവിളിക്കും ഒരു ഉത്തരം കൊണ്ടാ. എന്നിട്ട് വേണം നിങ്ങളുടെ ഷഹാദത്ത് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ. അപ്പൊ നിങ്ങൾ അടിച്ചു നോക്കൂ, വെല്ലുവിളി ഏറ്റെടുത്ത് വന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം തെളിയിച്ചു കൊടുക്കണം അവർ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിന്റെ ഉള്ളിലുള്ളതാണ് എന്ന് തെളിയിച്ചു കൊടുക്കണം. ഞങ്ങൾ ഇസ്ലാമിലാണ് തൗഹീദിലാണ് എന്ന് നിങ്ങൾ തെളിയിച്ചു തരേണ്ടതില്ല. പക്ഷെ പുറത്താക്കുന്ന നിങ്ങൾ ഞങ്ങളെ എവിടെ നിന്നാണ് പുറത്താക്കുന്നത് എന്ന് നിങ്ങൾ തെളിയിക്കണം. വഹാബി തൗഹീദ് പ്രകാരം നാഴികക്ക് 40 വട്ടം കവലയിൽ നാളിതുവരെ നിങ്ങൾ നാക്കിട്ടടിച്ചത് ഞങ്ങൾ ഷിർക്കിലാണ് എന്നാ, ഞങ്ങൾ ഇവിടെ അമ്പലത്തിലെ പൂജാരിമാരെ പോലെയാണ് എന്നാ. അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടുന്നാ നിങ്ങൾ ഞങ്ങളെ പുറത്താക്കുന്നത് എന്നതിന് ക്ലാരിറ്റി വേണം എന്നാണ് ചോദിച്ചത് മൗലവി. അത് നമ്മുടെ ബാധ്യത. എന്നിട്ട് പിന്നെ പുറത്താക്കിയതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. യെസ്, പുറത്താക്കണമെങ്കിൽ ആദ്യം ഞങ്ങൾ അകത്തോ പുറത്തോ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്നിട്ടേ പുറത്താക്കണതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അപ്പോഴേ താങ്കളുടെ വെല്ലുവിളി അർത്ഥവത്താകുള്ളൂ എന്നാ മൗലവി പറഞ്ഞത്. അരിയാഹാരം തിന്നുന്നവർക്കൊക്കെ തിരിയണതല്ലേ ഇത്? ഇനി കമന്റ് ബോക്സിൽ വന്ന പ്രതികരണത്തെയും അദ്ദേഹം വായിക്കുന്നുണ്ട്. അതും വളരെ ക്ലിയർ ആണ്. അകത്തില്ലാത്ത ഞങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ പുറത്താക്കുന്നത് എന്ന്. അഥവാ വഹാബി തൗഹീദ് പ്രകാരം, നിങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾ അകത്തല്ല എന്നാണ് നാളിതുവരെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഷിർക്കിലാണ് എന്നാ പ്രചരിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാ മൗലവി നിങ്ങൾ ഞങ്ങളെ പുറത്താക്കുക? അകത്ത് വേണ്ടേ? കമന്റിലുള്ളത് എന്താണെന്നറിയുമോ? അതേ മൗലവി, നിങ്ങൾക്ക് അടിസ്ഥാനപരമായ പല സംഗതികളും അറിഞ്ഞുകൂടാത്ത സംഗതികളിൽ ഒന്നാമത്തെ സംഗതി അതെന്താന്ന് ചോദിച്ചാൽ ഇല്ലാത്തതൊന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. യെസ്, കമന്റ് മൂപ്പർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. വഹാബി തൗഹീദ് പ്രകാരം നിലവിൽ ഞങ്ങൾ തൗഹീദിലാണോ ഷിർക്കിലാണോ എന്നതിനൊരു ക്ലാരിറ്റി തരൂ മൗലവി. എന്നാലല്ലേ പുറത്താക്കുന്നത് എവിടുന്നാന്ന് മനസ്സിലാവുള്ളൂ. ഒരാൾക്ക് കണ്ണ് കാണില്ല, കണ്ണ് കാണാത്തൊരുത്തരെ കണ്ണ് കാണാതാക്കാൻ പറ്റുമോ? യെസ്, വഹാബി തൗഹീദ് പ്രകാരം ഞങ്ങളിപ്പോ കണ്ണ് കാണാത്തോലല്ലേ, പിന്നെ
പിന്നെ എങ്ങനെ നിങ്ങൾ ഞങ്ങളെ കണ്ണ് കാണാത്ത പോലാക്കുക എന്നാണ് ആ പ്രതികരണത്തിലുള്ളത്. അഥവാ തൗഹീദ് ഇല്ലാത്തവരല്ലേ, പിന്നെ എങ്ങനെ ഞങ്ങളെ തൗഹീദ് നിങ്ങൾ പുറത്താക്കുമെന്നാണ് നിങ്ങളുടെ വിശ്വാസപ്രകാരം ചോദിക്കുന്നത്. കണ്ണ് കാണാത്ത ഒരാള് അയാളെ ഇനി മൗലവി നിങ്ങൾക്ക് കണ്ണ് കാണാതാക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതുകൊണ്ട് നിലവിൽ ഞങ്ങൾ അകത്തോ പുറത്തോ വഹാബി തൗഹീദ് പ്രകാരം എന്ന് സമൂഹത്തോട് പറ. താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു ഷഹാദത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾ അകത്തായിരുന്നു എന്ന് TP അബ്ദുൽ കോയ മദനി പ്രഖ്യാപിക്കട്ടെ. ഞങ്ങളിൽ ശിർക്കില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. അതിനുള്ള നട്ടെല്ല് കാണിച്ചിട്ട് വെല്ലുവിളി തുടരും മൗലവി. ആ വെല്ലുവിളി ആണത്തത്തോടെ ഏറ്റെടുക്കാൻ കാന്തപുരം ഉസ്താദിന്റെ അരശിഷ്യന്മാര് മതി എന്ന തിരിച്ചറിവ് താങ്കൾക്ക് നല്ലോണമുണ്ട്. ഇതൊക്കെയായിരുന്നു മൗലവിയുടെ വെല്ലുവിളി. അതിന് തിരിച്ചങ്ങോട്ടൊരു വെല്ലുവിളി, മൗലവിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതികരണവും നടത്തിയപ്പോ സ്വന്തം വെല്ലുവിളി തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മെഴുകുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി തിരിച്ചങ്ങോട്ടൊരു 4 വെല്ലുവിളി തന്നാൽ മൗലവി എന്തായിരിക്കും മൗലവിന്റെ അവസ്ഥ? അത് താങ്ങാൻ മൗലവിക്ക് കഴിയില്ല. ഏതായാലും എന്റെ FB പോസ്റ്റ് താങ്കൾ കിട്ടുതന്ന വിദ്വാനോട് എന്റെ FBയിൽ ഒന്നുകൂടി കയറി വരാൻ പറയണം. അതിൽ മറ്റൊരു വെല്ലുവിളി കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. 2004 അൽമനാറിൽ നിങ്ങൾ എഴുതി വെച്ചൊരു ദൈവമുണ്ട്, വലതുഭാഗമുള്ള ദൈവം. ആ ദൈവം തന്നെയാണ് ഞങ്ങളുടെ അള്ളാഹു എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ടൊന്ന് സാക്ഷ്യം പറയാൻ, ഷഹാദത്ത് പറയാൻ അനസ് മൗലവിയും TPയും അടക്കമുള്ള ആളുകൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പിന്നെ പുറത്താക്കേണ്ടി വരില്ല. നിങ്ങളുടെ അൽമനാറിന്റെയും പുരോഹിതന്മാരുടെ പ്രഭാഷണത്തിന്റെയും പിൻബലത്തിൽ നിങ്ങൾ സ്വയം പുറത്തായതായി വഹാബി അണികൾ തന്നെ തിരിച്ചറിവുള്ളവർ മനസ്സിലാക്കിക്കൊള്ളും.